പിന്നെ ഇന്നത്തെ വീഡിയോ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഇൻലെറ്റ് പൈപ്പ് എങ്ങനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെയാണ് അതിൻ്റെ പൈപ്പ് ഉണ്ടാകുക. പൈപ്പ് നേരിട്ട് നമുക്ക് ടാപ്പിലേക്ക് കണക്ട് ചെയ്താൽ മതി. പക്ഷേ ഞാനൊന്ന് വിശദീകരിച്ച് പറയാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള മെറ്റൽ പാർട്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് 3 പാർട്സാണ് നമുക്ക് കിട്ടുക. അതിൽ റബ്ബർ വാഷർ ഉണ്ടാവും, പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കമ്പനിയും ഉണ്ടാവും. ഈ സാധാരണ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് ടാപ്പിലേക്ക് കണക്ട് ചെയ്താൽ മതി. വാഷിംഗ് മെഷീൻ്റെ ടാപ്പ് വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന PVC അഡാപ്റ്റർ അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഉൾഭാഗത്ത് സൈഡിലായി 4 സ്ക്രൂ ഉണ്ടാകും. ആ സ്ക്രൂ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ലൂസാക്കി കൊടുത്തിട്ട് നേരെ ടാപ്പിലേക്ക് ഫിക്സ് ചെയ്യുക. ടാപ്പിലേക്ക് ഫിക്സ് ചെയ്തതിന് ശേഷം പിന്നെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് 4 ഭാഗത്തും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഓവർ ടൈറ്റായിട്ട് ആ PVC ലൈൻ പൊട്ടാതെ ശ്രദ്ധിക്കണം. പിന്നീട് ആ ഓസിൻ്റെ ഭാഗം അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് ആർക്കും സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. മെഷീനിൽ കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരു ഫിൽറ്റർ ഉണ്ടായിരിക്കും. ആ ഫിൽറ്ററാണിത്. ആ ഫിൽറ്റർ അതിൽ നല്ലപോലെ ഫിക്സ് ചെയ്തതിന് ശേഷം ഇൻലെറ്റ് പൈപ്പിൻ്റെ മറ്റേ ഭാഗം വാഷിംഗ് മെഷീനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഇൻലെറ്റ് പൈപ്പ് സെറ്റ് ചെയ്യാവുന്നതാണ്.